ഇത് ഓറഞ്ചിലും കിട്ടും. എത്രയാണോ വിലപേശം നോക്കിയായിരുന്നു, പക്ഷെ ഞങ്ങളുടെ സ്കിൽസ് ഒക്കെ ഏറ്റില്ല. ടേസ്റ്റ് പൈസ തീർന്നു. 1 രൂപ എത്ര പ്രാവശ്യമായി? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ 1 പാർട്ട് 2 ഓഫ് മലേഷ്യൻ വ്ലോഗ്സ്. അപ്പൊ ഞങ്ങൾ സീൻഹോ ടെമ്പിളിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശന്ന് പൊരിഞ്ഞായിരുന്നേ. അപ്പൊ റൂമിൽ എത്തിയിട്ട് ഞങ്ങൾ ഫ്രഷ് ആവുന്നതിന് മുന്നേ തന്നെ വേഗം ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിൽ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ബുക്കിംഗ് ബിന്ദാങ്ങിലേക്ക്. ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു, ചെറിയ ചാറ്റലൊക്കെ ഉണ്ടായി. ഒരു ഫുഡ് സ്ട്രീറ്റ് ആട്ടോ. പല വെറൈറ്റീസ് ഓഫ് സ്ട്രീറ്റ് ഫുഡ്സ് അവിടെ ഉണ്ട്. എല്ലാം ഒക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പറയണോ? നമുക്കിവിടെ സ്ട്രോബെറി അറിയാം. Not worth it. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ചെറിയ ചാറ്റിൽ ഉണ്ടായിരുന്നുള്ളെങ്കിലും കുറച്ച് ചെന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. കയ്യിലാണെങ്കിൽ കൊടയും ഇല്ലായിരുന്നു, റെയിൻകോട്ടും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും ട്രൈ ചെയ്യണമെന്നും പറഞ്ഞിട്ടാ പോയെങ്കിലും പക്ഷെ ചിലതൊക്കെ കണ്ടപ്പോൾ ട്രൈ ചെയ്യാൻ തോന്നിയില്ലായിരുന്നു കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് ഫുഡ് അവിടെ ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഫിഷ് ഐറ്റംസ് ആയിരുന്നു. എനിക്കൊന്നും അവിടെ ഏറ്റവും കൂടുതൽ അവർ കൺസ്യൂം ചെയ്യുന്നത് ഫിഷ് ആണെന്ന് തോന്നുന്നു. അങ്ങനെന്തോ ആണ്. സ്വീറ്റ് ആൻഡ് ഇതിന് പേരെന്തായിരുന്നു? നോക്കിട്ട് യെസ്. സോസ് വേറെ കുറച്ചുകൂടി സ്പൈസിയാ. കുറച്ചൊരു റഫാണ് പുറത്ത്, ബട്ട് കൊള്ളാം. ലിപ്സ്റ്റിക് കേട്ടിട്ടുണ്ട്. സ്പൈസിയും സ്വീറ്റ് അല്ലേ, രണ്ടും കൂടി അല്ലല്ലേ? ട്രൈ ചെയ്യാം. ഫ്രൂട്ട് ഷോപ്പ് ഉണ്ടല്ലേ, ഫ്രഷ് ജ്യൂസിനാണെങ്കിലും. ഇത് മറ്റേ ചക്കല്ലേ, ഡൂറിയാനാ? ചില ഹോട്ടലിൽ അലോ ചെയ്യില്ലല്ലോ. ഡൂറിയൻ നോട്ട് അലൗഡ് എന്ന് വന്നിട്ട് ഇങ്ങനെ പ്രോസസ്. ചിലതൊന്നും നമുക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നൂല, ഒരു ട്രൈ ചെയ്യണമെന്ന് തോന്നും. പക്ഷെ എന്തായാലും ഫോർ എക്സാമ്പിൾ പാനിപൂരിയൊക്കെ ഇന്ത്യൻ എവിടെ പോയാലും ഇന്ത്യക്കാരാണല്ലോ, പതിവാണല്ലോ. ചക്ക, മാങ്ങ, തേങ്ങ. പക്ഷേ ഈ സംഭവം ഇതും അവരുടെ ഡ്രിങ്ക്സ് ആണ് തോന്നുന്നു. ഷുഗർ കേനും പിന്നെന്താ പാഷൻ കോക്കനട്ട്, വേറെന്തോ സാധനം അല്ലേ, പാഷൻ ഫ്രൂട്ട് പോലെ ഉണ്ട്. ലോഹാൻ പോയാ
സ്ലോ ഹാൻഡ് ഗോ തോന്നണം. ഫ്രഷ് ജ്യൂസിന്റെ 10 ringgits ആണ്. വേർത്താണല്ലോ എല്ലാം. അതെ. ആ ഒരു ചിലത് ഓക്കെ ചിലതൊക്കെ നമ്മള് ജസ്റ്റ് ഒന്നൊരു ആ മറ്റേ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് അത് ഫ്ലോപ്പായി പോയി. ട്രൈ ചെയ്യാം. കൊറിയൻ ഐസ്ക്രീം, കൊറിയൻ ഫ്ലേമിംഗ് മാഷ്മെലോസ്. കൂടുതലും ഫ്രൂട്ട്സിന്റെ ഒക്കെ ഷോപ്പാണല്ലേ, ഫ്രഷ് ജ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊരു പറയാനായിട്ട്. സ്ട്രീറ്റ് ആണ് കണ്ടോ അല്ലേ. യെസ് യെസ്. നമ്മൾ ഏതില് കേറണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് നല്ല രീതിക്ക്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടൊന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അയ്യോ നമ്മളിവിടെ പോകുന്ന സമയത്ത് അതെ. നമ്മുടെ മെയിൻ ഐറ്റം സിക്കി മാംഗോ റൈസ് ചോദിച്ചു നോക്കാം. ഹൗ മച്ച്? 1.5. അതും 10 പറഞ്ഞേ. അവിടെ എത്രയെന്ന് പറഞ്ഞ? ഇത് കുറച്ച് ബിഗർ വൺ. ബിഗ്. ശരിയാ. ഇത് ഓറഞ്ചിലും കിട്ടും. എത്രയായിരുന്നു? കഴിക്കാൻ തോന്നുന്നു. കണ്ടോ നല്ല ഉണ്ടിച്ചിരിക്കണു. ചെറുതായിട്ടൊന്ന് വിലപേശി നോക്കിയായിരുന്നു, പക്ഷെ ഞങ്ങളുടെ സ്കിൽസ് അങ്ങ് ഏറ്റില്ല. പുള്ളിക്ക് തരാൻ സമ്മതം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഓണറിനോട് ചോദിക്കാൻ പറഞ്ഞു. പാവങ്ങളല്ലേ. പീസ് ടക്കോയാക്കി, ക്രാബ്, ഒക്ടോബസ് വേറെ സ്ഥലത്ത് നമുക്ക് ട്രൈ ചെയ്യാം. അയ്യോ അതിന് എക്സൈറ്റ്മെന്റ്. പൈസ തീർന്നു. 1 രൂപ പിച്ചക്കാരായി തീർന്നു. പൈസ വേണ്ടേ അമ്മേ? മാറി ചിന്തിക്കണോടാ. എന്താ അത് ട്രൈ ചെയ്യാനായിട്ട് നോക്ക്. 15 ഉള്ളൂ. നോക്ക് 15 ഉള്ളൂ. നമുക്ക് വരാം കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മളിങ്ങനെ മാടി മാടി എല്ലാവർക്കും നമ്മള് എത്ര മഴ പെയ്താലും സത്യം കൊട മേടിക്കില്ല. അവിടെ കയറിയിരിക്കാൻ പറ്റും വെറുതെ. ഓ ലാമ്പ് ഓ തായ്ക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ തായ്ലൻഡ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. നമ്മളിങ്ങനെ മാടി വിളിക്കും. തായ്ലൻഡില് മസാജും കിട്ടും, നല്ല പൈസയും വാങ്ങിക്കവര്. അയ്യോ ഈ സാധനമാണ് ഗൈസ് ഞങ്ങളെ ചതിച്ചത്. ഐ തിങ്ക് മറ്റേ ഇറ്റ്സ് കോൾഡ് ചാങ്കൂളു. ചോക്ലേറ്റ് ആണ്. ജെല്ലി ബോൾ എന്താ? അതെന്തെങ്കിലും കുടിക്കാൻ ട്രൈ ചെയ്തല്ലോ. ഇവിടെ ബോബ ഇല്ല. എവിടെ എഴുതിയേക്കണം? നമുക്കത് കാണണം. ഇല്ല അവരെ എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ നമുക്ക് കാണണം. ഓ മൈ ഗോഡ് നോ ഗൈസ്. അവിടുന്ന് ഏതൊരു വേണ്ട അയ്യോ നമുക്ക് സ്ക്വിഡും പറയാം. നമുക്ക് വന്നിട്ട് പറയാം. ഓക്കെ നമുക്കൊരു ഹോട്ടലിൽ കയറാം. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇതൊക്കെ കഴിക്കാലോ. അപ്പൊ എന്തോ എല്ലാ ഷോപ്പിലും മറ്റേതില്ലേ കയ്യില്? എല്ലാ ഷോപ്പിലും ഫിഷ് ആണ്. ഫിഷ്, പിന്നെ ആട്ടിങ്കാൽ,
ആട്ടിൻതല, ബീഫ് യാ ബീഫ്, ചിക്കൻ. ഇവിടെ എത്രയാന്ന് ചോദിക്കായിരുന്നു സ്റ്റിക്കി മാംഗോ റൈസിന്? ഇവിടെ 15. സെയിം സെയിം. ഇത് നമുക്ക് പറയാന്നാ? യു ലവ് ഇറ്റ്. പറയാം ഒരു മാംഗോ സ്റ്റിക്കി റൈസും കൂടി. നമുക്ക് ഹോട്ടലിൽ കയറാം. 1 മാംഗോ സ്റ്റിക്കി റൈസ്. ഏതാ നമുക്ക് ഇത് പറയാം. സോ ക്യൂട്ട്. ഞങ്ങൾ എന്നിട്ട് ബേബി ഓറഞ്ച് കണ്ടേ ഉള്ളൂ. ഞാൻ പറിച്ചതേ ഉള്ളൂ. പറിച്ചു ഞങ്ങൾ. മൈ ഫേവറേറ്റ് കളർ ഇസ് യെല്ലോ. യെല്ലോ യെല്ലോ. എന്ത് ട്രൈ ചെയ്യണം? ഓക്കെ, സ്റ്റിക്കി മാംഗോ റൈസ് നമുക്ക് അവസാനം ട്രൈ ചെയ്യാം. ഇത് പേരെന്താ? ടക്കൂഷോ. ടക്കൂഷോ, സോറി, ടക്കോയാക്കി. ചെറുതായിട്ട് മാറിപ്പോയെന്നുള്ളൂ. നമ്മൾ ടക്കോയാക്കി ട്രൈ ചെയ്യാൻ പോവാണ്. ക്രാബ് ആണ്. ഓക്കെ, ക്രാബ് എന്ന് പറയാനില്ല, മാവ് മാത്രമേ ഉള്ളൂ. ആ ക്രാബിന് ടേസ്റ്റ് വരില്ല, മാവിന്റെ ടേസ്റ്റ്. നല്ല ഫ്ലേവേഴ്സ് അല്ലേ? ഒക്ടോപ്പസും ട്രൈ ചെയ്യാൻ അറിയില്ല. സ്വന്തം റിസ്ക് ട്രൈ ചെയ്യാ. എനിക്കത് ചക്കോയാക്കി ക്രാബ്. ക്രാബ് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തുണ്ട്? ഒക്ടോപ്പസ് ഉണ്ടായി. ക്രാബ് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ബാക്കി. പക്ഷെ നമ്മൾ ക്രാബ് അല്ല പറഞ്ഞ, പിങ്ക് കളറില്. പറ്റിച്ചു, വീണ്ടും വീണ്ടും പറ്റിച്ചു. എത്രാമത്തെ പ്രാവശ്യമായി? ആദ്യം ഇത് റൈസിലേക്ക് പോർ ചെയ്യണം. കുറച്ചുകൂടി ഒഴിച്ചോ? ഫസ്റ്റ് ടൈം ആണ് ഗായ്സ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, സത്യമായിട്ടും. ഇല്ലേ, fall in love with this. ഞങ്ങള് തായ്ലൻഡിൽ കഴിഞ്ഞ എയർപോർട്ടിൽ മൊത്തം ഇതിനെ പറ്റി ചിന്തയായിരുന്നു. ദൈവമേ, അയ്യോ, this is going to be a major missing. നമ്മുടെ നാട്ടിൽ ഇത്രയും ടേസ്റ്റിൽ കിട്ടൂല. അതെയാ, വില കുറച്ച് കൂടുതലാണ്, പക്ഷെ എന്നാലും it's worth it. ആക്രാന്താണ് ഗൈസ്, സത്യമായിട്ടും. I wish I could take this home. നമുക്ക് ആമസോണിൽ ഈ സ്റ്റിക്കി റൈസ് കിട്ടും, പക്ഷെ ഇതിനത്രയും വരത്തില്ല ഒട്ടും, എനിക്ക് തോന്നണില്ല. ഇത് ഈ കോമ്പിനേഷൻ കണ്ടുപിടിച്ച ആള് ഇസ് എ ജീനിയസ്. ബാക്കിയെല്ലാം ഡിഫറെന്റ് അല്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പക്ഷെ ഇത് ഒരു കോമ്പിനേഷൻ ആണ്, പ്രത്യേക കോമ്പിനേഷൻ ആണ്. That makes it so special. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. ചിലതൊക്കെ അട്ടർ ഫ്ലോപ്പ് ആയെങ്കിലും ചിലതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അപ്പൊ കൂടുതൽ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പൊ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. ബൈ.